ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഒരു ചെറുപയർ തോരനാണ് ആക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മളൊരു 20 മിനിറ്റ് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചായിരുന്നു. അതിനുശേഷം അത് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നകക്ക വെള്ളവും ഒരു അരമുറി സവോളയും ആവശ്യത്തിന് ഉപ്പും ഒഴിച്ച്, ഉപ്പുപൊടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നോടം വരെയൊക്കെ വേവിക്കാം കേട്ടോ. ഒത്തിരി വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. 2 വിസിൽ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോയെന്ന്. റെഡി ആയില്ലെങ്കിൽ മാത്രം നമ്മൾ വീണ്ടും വെച്ചാൽ മതിയേ. അതിനുശേഷം നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മളൊരു 1/4 മുറി തേങ്ങായും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 2 ചെറിയുള്ളിയും 2 പച്ചമുളകും കൂടെ ഒത്തിരി അരഞ്ഞു പോകണ്ട, ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 4 ചെറിയുള്ളി, നമ്മളിത് കടുകിടുമ്പം 4 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കടുക് പൊട്ടിക്കഴിയുമ്പം ചെറിയുള്ളി ഇട്ട് അതിലേക്ക് നമ്മൾ 2 വറ്റൽമുളക്, കാശ്മീരി ചില്ലിയാണ് കേട്ടോ, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് ഇതൊന്ന് മൂപ്പിക്കണം. ഈ മുളകും ഇതൊക്കെ കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുപയർ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 3 മിനിറ്റോളം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. ആ മുളകിൻ്റെ എല്ലാ പയറയിലൊന്ന് പറ്റണം. അതിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവേ. അരപ്പിട്ടതിന് ശേഷം നമ്മുടെ പയർ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി അരച്ച് കുറച്ച് അരപ്പ് വെള്ളവും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 5-6 മിനിറ്റോളം നമ്മളിതൊന്ന് മൂടി വെച്ച് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.